ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ബാക്കി ഭാഗങ്ങളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 45 ഈ ഭരണഘടന ആരംഭിച്ച് 10 വർഷത്തിനുള്ളിൽ എല്ലാ കുട്ടികൾക്കും 14 വയസ്സ് പൂർത്തിയാകുന്നതുവരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനം ശ്രമിക്കണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ വാഗ്ദാനം ഇതുവരെ പൂർണ്ണമായും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്തപ്പോൾ അതിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 45 അനുസരിച്ച് പറയുന്നുണ്ട്, ഈ ഭരണഘടന തുടങ്ങി 10 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു 14 വയസ്സാകുന്നതുവരെ സൗജന്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള പണവും വാങ്ങാതെ തീർത്തും എല്ലാവർക്കും ലഭ്യമാവുന്നത് പോലെ, പണക്കാർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ലഭ്യമാവുന്ന രീതിയിൽ 14 വയസ്സ് വരെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധിതമായി എല്ലാവരും അത് ചെയ്തിരിക്കണം, അത് നേടിയിരിക്കണം എന്ന രീതിയിൽ നിർബന്ധിതമായി സൗജന്യ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നൽകാൻ സംസ്ഥാനം ശ്രമിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഭരണഘടനയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തുടങ്ങി 10 വർഷത്തിനുള്ളിൽ ഈ കാര്യം വിദ്യാഭ്യാസം നേടാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവരുത്, എല്ലാ കുട്ടികൾക്കും ആ വിദ്യാഭ്യാസം നൽകേണ്ടതായിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. സൗജന്യമായിരിക്കണം, ഒരു തരത്തിലുള്ള പണമോ ഒന്നും ഈടാക്കാതെ തീർത്തും സൗജന്യമായിട്ട് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തിരിക്കേണ്ട രീതിയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് എല്ലാ കുട്ടികളും പഠിക്കുന്ന, നിർബന്ധിതമായിട്ട് എല്ലാ കുട്ടികളും സൗജന്യമായിട്ട് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ടാകുന്നില്ല. അത് പൂർണ്ണമായിട്ടത് അങ്ങനെ അവിടേക്ക് എത്തിയിട്ടില്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യമായിട്ടുള്ളത്. ഈ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് തന്നെ പറയാൻ പറ്റുന്നത് ആ ഒരു കാര്യമാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് മീനിങ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. എന്തിനാണ് പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? എന്തിനാണ്? പ്രാഥമിക വിദ്യാഭ്യാസം 2 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘടകം 6 മുതൽ 10 വയസ്സ് വരെയുള്ളവരെ ഉൾക്കൊള്ളുന്ന 4 വർഷത്തെ ലോവർ പ്രൈമറി ഘട്ടം. ആദ്യത്തേത് ഒന്നാമത്തെ ഘട്ടം പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം LP സ്കൂൾ അല്ലെങ്കിൽ LP എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളിൽ പെടുന്നവരാണ്. 6 തൊട്ട് 10 വയസ്സ് വരെയുള്ളവരെ ഉൾക്കൊള്ളുന്ന ഒരു 4 വർഷം, 1 മുതൽ 4 ക്ലാസ് വരെ, 4ാം ക്ലാസ് വരെയാണ് നമ്മൾ ആ LP കാലഘട്ടം എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെയാണ് 6 മുതൽ 10 വയസ്സ് വരെയുള്ളവരെ ഉൾക്കൊള്ളുന്ന 4 വർഷത്തെ ലോവർ പ്രൈമറി ഘട്ടം LP കാലഘട്ടം എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഘട്ടം 10 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള 3 വർഷത്തെ അപ്പർ പ്രൈമറി ഘട്ടമാണ്. UP എന്നൊക്കെ നമ്മൾ പറയുന്ന 3 വർഷങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത്. നേരത്തെ നമ്മൾ 1 തൊട്ട് 4 വരെയുള്ള LPയെ പറ്റി പറഞ്ഞു. അതിനുശേഷം കുട്ടികൾ UPയിലേക്ക് പോവുകയാണ്. UP 3 വർഷമാണ്. 5, 6, 7 എന്നീ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ UP കാലഘട്ടം നടക്കും. അങ്ങനെയാണ് പ്രൈമറി വിദ്യാഭ്യാസം നടക്കുന്നത് 2 ഘട്ടങ്ങളായിട്ട്. ഒന്നാമത്തെ ഘട്ടം 6 മുതൽ 10 വയസ്സ് വരെയും, രണ്ടാമത്തെ ഘട്ടം 10 മുതൽ 13 വയസ്സ് വരെയുമാണ്. ഇതിനെ യഥാക്രമം LP, UP എന്നൊക്കെ വിളിക്കുന്നു. അടുത്തതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ പറഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുന്ന 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു, LPയും UPയുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇമ്പോർട്ടൻസ്, എന്താണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം, എന്തിനാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. ഇവിടെ കുട്ടി സംസ്കാരത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി ഉള്ള അറിവ് നേടുകയാണ്. സംസ്കാരത്തിൻ്റെ ഏറ്റവും ആദ്യ പാഠങ്ങൾ, ഏറ്റവും തുടക്കത്തിലുള്ള അറിവുകൾ കുട്ടിക്ക് ഈ കാലഘട്ടത്തിലാണ്
നേടാൻ കഴിയുന്നത് ഈ സ്കൂൾ കാലഘട്ടത്തിലാണ്. എന്താണ് സംസ്കാരത്തെ പറ്റിയും ഒരു പൊതുവായിട്ടുള്ള ഒരവബോധം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, തൻ്റെ സംസ്കാരം, നാടിൻ്റെ സംസ്കാരം, അങ്ങനെ മുഴുവൻ സംസ്കാരത്തെ പറ്റി, കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു അടിസ്ഥാന ധാരണ കുട്ടിക്ക് കിട്ടുന്നത് ഈ ഒരു തുടക്ക കാലഘട്ടത്തിലെ പ്രൈമറി എഡ്യൂക്കേഷനിൽ നിന്നാണ്. അങ്ങനെ ആ രീതിയിൽ സംസ്കാരത്തെ പറ്റിയുള്ള അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുകയും ആവശ്യമായ അറിവ് ശേഖരിക്കുകയും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിജയകരമായ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതിന് ആവശ്യമായ കഴിവുകളും മനോഭാവങ്ങളുമൊക്കെ അടിസ്ഥാനപരമായി നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. നമ്മൾ പറഞ്ഞു 1 മുതൽ 7 വരെയുള്ള ആ ഒരു പഠന കാലഘട്ടം. ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുകയാണ്. കുട്ടി ഏത് രീതിയിലാണ്, എന്താണ് സമൂഹത്തിൽ ഞാൻ ആരാവണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലുള്ള അറിവുകളൊക്കെ നേടിക്കൊണ്ട് കുട്ടിക്കൊരു വ്യക്തിത്വം ഉണ്ടാവുന്നത്. ഒരു വ്യക്തിയാണ് ഞാൻ, അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ചില മൂല്യങ്ങളൊക്കെ വേണം, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന ഒരു ഘട്ടമാണ് ഈ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ തുടക്ക കാലഘട്ടം, പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിൽ ജീവിച്ചു പോകുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട അറിവുകൾ, കാര്യങ്ങൾ, സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയായിരിക്കണം വ്യക്തിത്വം, എങ്ങനെയായിരിക്കണം, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു സാമാന്യ ധാരണ നേടി ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ തരം കഴിവുകളാണ്, എന്തൊക്കെ തരം ശീലങ്ങളാണ് വേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ കുട്ടി മനസ്സിലാക്കുകയും ഈ ഒരു ധാരണ കുട്ടിക്ക് ജീവിതത്തെപ്പറ്റിയും സമൂഹത്തെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും കഴിവുകളെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ നല്ല നല്ല ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് തന്നെയാണ് ഈ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതാണ് എൻ്റെ മെയിൻ ഒരു സവിശേഷത. പ്രൈമറി എഡ്യൂക്കേഷൻ്റെ അടുത്തൊരു ഭാഗം അതിൻ്റെ യൂണിവേഴ്സലൈസേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സലൈസേഷൻ, അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആദ്യമേ പറഞ്ഞു എല്ലാവർക്കും നൽകേണ്ട ഒന്നാണ്. എല്ലാവർക്കും ഈ ഒരു സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം, 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പായിട്ടും കൊടുക്കേണ്ടത് തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എല്ലാ കുട്ടികളിലേക്കും ഈ വിദ്യാഭ്യാസം, ഈ തുടക്ക കാലഘട്ടത്തിലെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന, വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഈ ഒരു സമയത്തെ ഈ വിദ്യാഭ്യാസം വളരെ പ്രാധാന്യത്തോടു കൂടി കുട്ടികൾക്ക് എല്ലാവർക്കും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണം, എല്ലാവരിലേക്കും ലഭ്യമാകുന്ന അവസ്ഥ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി യൂണിവേഴ്സൽ പ്രൊവിഷനാണ്. ഇത് സൗകര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. 6-14 വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികൾക്കും എളുപ്പത്തിൽ പ്രവേശനം നൽകുക, കുട്ടികൾക്കായി പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും കൂടുതൽ സ്കൂളുകൾ തുറന്നാൽ മാത്രമേ ഇത് നടത്താൻ കഴിയുകയുള്ളൂ. എല്ലാ കുട്ടികൾക്കും എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഗ്രാമപ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലുമൊക്കെ കൂടുതൽ സ്കൂളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കുട്ടികൾക്കും വളരെ വേഗത്തിലും എളുപ്പത്തിലും പഠനത്തിലേക്ക് പ്രവേശിക്കാനും സ്കൂളുകളിൽ പഠനത്തിന് വേണ്ടി എത്താനും, അതുപോലെ തന്നെ എല്ലാവർക്കും ലഭിക്കേണ്ട ഈ വിദ്യാഭ്യാസം, പ്രാഥമിക കാലഘട്ടത്തിലെ തുടക്കത്തിലെ ഈ വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ പോയിൻ്റാണ് യൂണിവേഴ്സൽ എൻറോൾമെൻറ്റ്. 6-14 വയസ്സിനിടയിലുള്ള കുട്ടികളെ പ്രൈമറി സ്കൂളുകളിൽ നിർബന്ധമായും ചേർക്കണം. അത്തരം എല്ലാ കുട്ടികളെയും തിരിച്ചറിഞ്ഞ് അവരെ സ്കൂളുകളിൽ അയക്കാൻ കുട്ടികളുടെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചാൽ മാത്രമേ, നിർബന്ധിപ്പിച്ച് അവരെ സ്കൂളിൽ അയക്കുന്നതിൻ്റെ പ്രാധാന്യം മാതാപിതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാത്രമേ 6 മുതൽ 14 വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികളെയും തിരിച്ചറിഞ്ഞ് സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അങ്ങനെ എല്ലാ കുട്ടികളുടെയും പ്രവേശനം, സ്കൂളുകളിലുള്ള പ്രവേശനം ഉറപ്പാക്കണമെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കൾ കൂടി വിചാരിച്ചാൽ മാത്രമേ എല്ലാ കുട്ടികളെയും കൃത്യമായിട്ട് സ്കൂളുകളിൽ 6-14 വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികളെയും കൃത്യമായിട്ട് സ്കൂളിൽ എത്തിക്കണമെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. അടുത്തത് ഇതിലെ മൂന്നാമത്തെ പോയിൻ്റ് യൂണിവേഴ്സൽ റിട്ടൻഷനാണ്. കുട്ടി
സ്കൂളിൽ ചേർന്നു അല്ലെങ്കിൽ എല്ലാവരുടെയും സഹകരണത്തോടെ സ്കൂളിൽ ചേർന്നു എന്നുള്ളതിൽ മാത്രം കാര്യമില്ല, അവിടെ പഠനം തുടരേണ്ടതിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. സ്കൂളിൽ ചേർന്നു എന്നത് മാത്രം പോരാ, അവിടെ 1 മുതൽ പഠനം തുടങ്ങിയാൽ വിദ്യാഭ്യാസം അവസാനിക്കുന്ന കാലഘട്ടം വരെ ആ കോഴ്സ് പൂർത്തിയാവുന്നത് വരെ ആ സ്കൂളിൽ തന്നെ അവൻ അല്ലെങ്കിൽ അവൾ തുടരണം. ഇതാണ് ഈ രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള നിലനിൽക്കലാണ്. ഇവിടെ കൊഴിഞ്ഞുപോക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ ആദ്യം ക്ലാസ്സിൽ ചേരാൻ ഒരുപാട് പേരുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ കുട്ടികളൊക്കെ മെല്ലെ മെല്ലെ നിർത്തി പോകുന്നു. അവരുടെ സാഹചര്യം കൊണ്ടും ഒക്കെ നിർത്തി പോകുന്നു. പണമില്ലാത്ത അവസ്ഥ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള താല്പര്യമില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിർത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാവാതെ എല്ലാ കുട്ടികളും, സ്കൂളിൽ ചേർന്ന എല്ലാ കുട്ടികളും അവിടെ തന്നെ സ്കൂളിൽ തന്നെ തുടരുന്നതിനെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പ്രോബ്ലംസ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. നമ്മൾ എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ പറ്റിയും പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു സാർവത്രികവൽക്കരണത്തെ പറ്റിയുമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? പ്രൈമറി എഡ്യൂക്കേഷന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഈ മേഖലയിൽ, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പ്രോബ്ലംസ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഒന്നാമത്തെ ഒരു പ്രശ്നം, അപ്പതി ഓഫ് പാരൻസ്. ഇന്ത്യയിലെ ഭൂരിഭാഗം മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഭൂരിഭാഗം മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി അവർ കൂടുതൽ അങ്ങ് വിഷമിക്കുന്നില്ല. കുട്ടികൾ വിദ്യാഭ്യാസം നേടണമെന്നുള്ളൊരു വലിയ ചിന്താഗതിയൊന്നും ഇല്ലാത്ത ഒരുപാട് മാതാപിതാക്കളെ കാണാൻ കഴിയും. അത് ഒരുപാട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ എല്ലാ കുട്ടികളും നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന രീതിയിൽ ചിന്തിക്കാത്ത മാതാപിതാക്കൾ ഉള്ളത് ഇവിടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ഹൈ ബർത്ത് റേറ്റാണ്. ജനസംഖ്യയിലെ വമ്പിച്ച വർധനവ് കാരണം പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും ആവശ്യവുമായ തലത്തിലേക്ക് സൗജന്യമാക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല എന്ന ഒരു വിഷയമുണ്ട്. ജനനനിരക്ക് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ജനസംഖ്യ ഒരുപാട് വർദ്ധിച്ചു വരുന്നു. ആ രീതിയിൽ എല്ലാവർക്കും ഇത്രയും ഒരുപാട് ജനസംഖ്യ കൂടുന്നു, കുട്ടികൾ കൂടുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും ആളുകൾ, അത്രയും കുട്ടികളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സൗജന്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ശ്രമങ്ങൾ കുറച്ചുകൂടി നടക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം. കൺസർവേറ്റീവ് ബിലീഫ്സ് ഓഫ് റിലീജിയൻ ആൻഡ് ട്രഡീഷൻ. യാഥാസ്ഥിതികത കാരണം ചില മാതാപിതാക്കളിൽ നിന്നുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെതിരായിട്ടുള്ള മനോഭാവം. പെൺകുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ വിവാഹം കഴിച്ച് വിടേണ്ടതായതുകൊണ്ട് തന്നെ അവരെ വിദ്യാഭ്യാസം നൽകിയിട്ട് അവരെ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതി, ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് കൂടുതൽ വിദ്യാഭ്യാസം നേടേണ്ടത് എന്നുള്ളൊരു സത്യമുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ യാഥാസ്ഥിതികരായിട്ടുള്ള മാതാപിതാക്കൾ വിചാരിക്കുന്നത് എന്താണ്, കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി ഒരു വലിയ വിപത്ത് തന്നെയാണ്, ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതൽ മാതാപിതാക്കൾ അത്ര അങ്ങോട്ട് കൺസേൺ അല്ല. അങ്ങനെ കൺസേൺ അല്ലാത്ത മാതാപിതാക്കളുണ്ട്, എല്ലാവരുമല്ല, എങ്കിലും യാഥാസ്ഥിതികരായിട്ടുള്ള ആ പഴയ ചിന്താഗതി കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ളവർ ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അത് വലിയൊരു ഈ ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ രീതിയിലുള്ള മാതാപിതാക്കളുടെ ചിന്താഗതി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി പണ്ടുള്ള പാരമ്പര്യം അല്ലെങ്കിൽ പണ്ടുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നൊക്കെ പറയുന്ന മനുസ്മൃതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ കുറേ വളർന്ന് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള ഒരു ആധുനികമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ ചിലർക്ക് ഇതേപോലെയുള്ള ചിന്തകളൊക്കെ ഇപ്പോഴുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റേണ്ട സമയം എപ്പോഴോ ആയിരിക്കുകയാണ്. സ്ത്രീകളൊക്കെ നിർബന്ധമായിട്ടും, സ്ത്രീകൾ പുരുഷൻ എന്നൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും ഇത് വിദ്യാഭ്യാസം ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ഒരു നല്ല നിലയിലേക്കും ഒരു നല്ലൊരു ലെവലിലേക്കൊക്കെ എത്തി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നാലാമത്തെ പ്രശ്നം, പ്രൈമറി എഡ്യൂക്കേഷൻ നേരിടുന്ന പ്രാഥമിക വിദ്യാഭ്യാസ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നാലാമതായിട്ട് നമുക്ക് എന്ത് പ്രശ്നമാണ് പറയാൻ പറ്റുന്നത് എന്ന് നോക്കാം. എക്സിസ്റ്റൻസ് ഓഫ് ബാക്ക്വേർഡ് ഗ്രൂപ്പ്സ് ആണ്. എന്താണ് ഒരു ഇത് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം,
പിന്നോക്കക്കാരായിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. പിന്നോക്കക്കാരായി മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പണ്ട് തൊട്ടുള്ള ആ ജാതി ചിന്ത ഇപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ ജാതി ഒരു വിഭാഗമായിട്ട് കണ്ട് ആ രീതിയിൽ തന്നെ പോകുന്ന, അവിടെ നിന്ന് മാറാനും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാനും നിൽക്കാനും അതേപോലെ തന്നെ പഠിക്കണം, കൂടുതൽ വിദ്യാഭ്യാസം നേടണം എന്നൊക്കെ ഉള്ള ചിന്തകളില്ലാത്ത ഒരുപാട് വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരൊന്നും വിചാരിക്കുന്നില്ല, ഇവരിലധികം ആളുകളും വിചാരിക്കുന്നില്ല കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം, വളരണം എന്നൊന്നും വിചാരിക്കുന്നില്ല. അവരവരുടേതായിട്ടുള്ള ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ പിന്നോക്കക്കാരായി മുദ്രകുത്തപ്പെട്ടു പോയ പട്ടികവർഗ വിഭാഗങ്ങളുടെ വലിയൊരു വിഭാഗം തന്നെ അവരുടെ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരിലധികം ആളുകളും വിചാരിക്കുന്നില്ല കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവനൊരു നല്ല നിലയിൽ എത്തണം എന്നുള്ളതിനെ പറ്റിയൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്ത ഒരു പ്രശ്നം, അഞ്ചാമത്തെ ഒരു പ്രശ്നം പോവർട്ടി ഓഫ് പാരൻസ് ആണ്, ദാരിദ്ര്യമാണ്. അതായത് മാതാപിതാക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കാനും അതേപോലെ അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാനും ഒന്നും അവർ മെനക്കെടില്ല. അവർക്ക് അന്നത്തെ ഭക്ഷണം കിട്ടുമോ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു പ്രശ്നം, ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന, ഒന്നുമില്ലാത്ത പട്ടിണി എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ള വീട്ടിലെ അച്ഛനും അമ്മയും അങ്ങനെയുള്ള വീടുകളിലുള്ള കുട്ടികൾ, അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളും പഠിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും കിട്ടുന്നില്ല. അവർക്ക് വീട്ടിലെ ചിലവ് തന്നെ, വീട്ടിലെ കാര്യം തന്നെ വേണ്ട രീതിയിൽ നടത്താൻ പറ്റാതിരിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. അങ്ങനെയുള്ളവർ, അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അങ്ങനെയുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് അവർക്ക് പഠനം നേടാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ അവരെ പഠിപ്പിക്കാനൊന്നും മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ വിഷയം ഈ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ശ്രമങ്ങളെയൊക്കെ പിന്നോട്ട് കൊണ്ടുപോകുന്നൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ വീട്ടിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രശ്നമാണ് കാറ്റേഡ് ഹാബിറ്റേഷൻ. ചിതറിക്കിടക്കുന്നതോ അപൂർവമായതോ ആയ ആവാസ വ്യവസ്ഥകൾ കാരണം നിരവധി കുട്ടികളെ ഒരു സ്കൂളിൽ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകരും ജോലി ഏറ്റെടുക്കാൻ മടിക്കുന്നതായിട്ടുണ്ട്. പ്രദേശപരമായിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് കുട്ടികൾ അവിടെയും ഇവിടെയും ഒക്കെ ആയി നിൽക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ തന്നെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം എല്ലാ കുട്ടികളും സ്കൂളിൽ വരുന്നില്ല, എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തിക്കാൻ പറ്റുന്നില്ല. ഈ രീതിയിൽ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അധ്യാപകർക്കും ജോലി എടുക്കാനുള്ള, ഇതിനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു മടി അവരുടെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടാകുന്നു. ഇങ്ങനെ എല്ലാ കുട്ടികളെയും ഇത്രയും സങ്കീർണമായിട്ടുള്ളൊരവസ്ഥയിൽ എല്ലാ കുട്ടികളെയും അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് മാറി നിൽക്കുന്ന കുട്ടികളെയൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ പോയി തിരിച്ചു കൊണ്ടുപിടിച്ച് എടുക്കുക എന്നുള്ള കാര്യം, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ള കാര്യവും എല്ലാവരെയും ഒരു സ്കൂളിൽ നിർത്തുക എന്നുള്ള കാര്യവും ഒക്കെ കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം ഇതിൻ്റെ പിന്നിലുണ്ട്. ഏഴാമതായിട്ട് പ്രോബ്ലം ഓഫ് സ്പേസ്, സ്ഥലത്തിൻ്റെ പ്രശ്നം. മിക്ക സ്കൂളുകളും പ്രവർത്തിക്കുന്നത് അനുയോജ്യമല്ലാത്ത കെട്ടിടങ്ങളിലാണ്. സ്ഥലത്തിൻ്റെ സൗകര്യത്തിൻ്റെ ഒരു കുഴപ്പം ഈ പ്രൈമറി വിദ്യാഭ്യാസം നേരിടുന്നുണ്ട്. പല സ്കൂളുകളും വേണ്ട സൗകര്യങ്ങളും വേണ്ട കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ചില കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ഒരു അന്തരീക്ഷം, ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുപാട്, അവർക്ക് അവരുടെ നല്ലൊരു അന്തരീക്ഷം വേണം. പഠനം നടത്തുന്നതിന് പ്രധാനമായിട്ടും വേണ്ടത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കൂൾ പോകുകയാണെങ്കിൽ തന്നെ ആ സ്കൂൾ കാണാനും അതിൻ്റെ പരിസരങ്ങളും അതിലുള്ള സൗകര്യങ്ങളും ഒക്കെ നല്ലൊരു അന്തരീക്ഷം അവിടെ കണ്ടാൽ മാത്രമേ പഠനം ഒരു നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൗകര്യങ്ങളും ഈ നല്ല രീതിയിലുള്ള കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സ്ഥലം ഇടുങ്ങിയ സ്ഥലങ്ങൾ, കുറച്ച് ചെറിയ സ്ഥലങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു വിശാലതയിലേക്ക് കുട്ടിക്ക് എത്താൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ അനുയോജ്യമല്ലാത്ത കെട്ടിടങ്ങളിൽ വെച്ച് ഈ രീതിയിൽ പഠനം നടക്കുമ്പോൾ അത് പൂർണ്ണമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പറയാൻ പോകുന്നത്. പ്രോബ്ലം ഓഫ് റിസോഴ്സസ് ആണ്. പ്രൈമറി സ്കൂളുകളിൽ പൊതുവായ കുടിവെള്ളവും മൂത്രപ്പുരകളും വളരെ ആവശ്യമാണ്. ബ്ലാക്ക് ബോർഡ്, ഫർണിച്ചർ, മറ്റ് ഉപയോഗിക്കാൻ വേണ്ട വസ്തുക്കൾ ഇവയൊക്കെ സ്കൂളുകളിൽ ആവശ്യമാണ്. എന്നാൽ ഈ സൗകര്യങ്ങളും വസ്തുക്കളും ചില സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ. എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല. അതിൻ്റെ ഒരു കുറവ് സ്കൂളുകൾക്കുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം സ്കൂളിലെ കുട്ടികൾക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ചിലവഴിക്കേണ്ടതാണ്. ഇതിനിടയിൽ അവർക്ക് മൂത്രപ്പുരകൾ അതേപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതിനൊക്കെ അവർക്ക് പറ്റണമെങ്കിൽ ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ അവിടെ വേണം.
അതേപോലെ ബ്ലാക്ക് ബോർഡ്, എഴുതാനുള്ള ബ്ലാക്ക് ബോർഡ്, ഫർണിച്ചറുകൾ, മറ്റു കാര്യങ്ങൾ, കുട്ടികൾക്ക് അവിടെ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. മേശ, കസേര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അപര്യാപ്തത, ഇതിൻ്റെയൊക്കെ കുറവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പല സ്കൂളുകളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു കുറവ് വരുമ്പോൾ കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കുന്നു. ഇത് ഈ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. സൗജന്യവും നിർബന്ധിതവുമായിട്ട് വിദ്യാഭ്യാസം നൽകുമ്പോൾ അതൊരു കുറച്ച് നല്ല രീതിയിൽ നൽകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതികളൊന്നും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രൈമറി എഡ്യൂക്കേഷനെ കുറച്ചുകൂടി ഒന്ന് മാറ്റി, ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒന്ന് കുറച്ചുകൂടി ഒരു ഡെവലപ്പാക്കി കൊണ്ടുവരണം. ഇങ്ങനെ ഡെവലപ്പാക്കി കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കുറച്ച് നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും എന്നുള്ള ഒരു നിർദ്ദേശങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന്, ഒന്നുകൂടി ഒന്ന് നല്ല നിലയിലേക്ക് എത്തിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇപ്പം നമ്മൾ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്, പ്രൈമറി എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് വിഷയങ്ങളുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്താലാണ് ഇതിൻ്റെ അളവ്, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറച്ച് പ്രൈമറി എഡ്യൂക്കേഷനെ കുറച്ചുകൂടി എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നൊരു ചോദ്യം വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റണ്ടേ? അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവും എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് സജഷൻസ് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് നിർദ്ദേശങ്ങൾ പറയാൻ കഴിയുക? ഒന്നാമതായിട്ട്, കോഓപ്പറേഷൻ ഓഫ് പാരൻസ്. മാതാപിതാക്കൾ കൂടെ നിന്നാൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. മാതാപിതാക്കളുടെ സഹകരണം, മാതാപിതാക്കളുടെ സജീവ സഹകരണം ഇല്ലാതെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഒരു വികസനം ഉണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ സാക്ഷരരാക്കുകയും അവരുടെ സഹകരണം ഉറപ്പാക്കുകയും വേണം. അപ്പോൾ ആദ്യമായിട്ട് മാതാപിതാക്കൾക്കൊരു അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് ഈ വിദ്യാഭ്യാസത്തെ പറ്റിയൊരു ധാരണ, എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നിർബന്ധിതമായിട്ട് പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, ഇതിനെപ്പറ്റി മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ, അവരാണല്ലോ കുട്ടിയെ സ്കൂളിൽ വിടുന്നത്, അപ്പോൾ ഇവർ ശരിക്കും ആദ്യം ഒന്ന് മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കുട്ടികളെ ഈ സ്കൂളിലേക്ക് വിടുന്നത്, എന്തിനു വേണ്ടിയാണ് എന്ന് ശരിക്കും ഒന്ന് മനസ്സിലാവാത്ത മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തണം. ആ രീതിയിൽ മാതാപിതാക്കൾ കൂടെ നിന്ന്, അതായത് അത്രയും കട്ടയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അത്രയും കൂടെ നിന്നാൽ മാത്രമേ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു വിഷയം പോപ്പുലേഷൻ്റെ കൺട്രോളാണ്. ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുകയാണെങ്കിൽ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വലിയ ജനസംഖ്യയെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും, ഒരുപാട് കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ചെറിയൊരു വിഷയമാണ്. ഈ പ്രശ്നം മാറ്റാൻ വേണ്ടി കുടുംബക്ഷേമ പദ്ധതികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ജനസംഖ്യ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്നതിനെ പറ്റി ആലോചിക്കണം എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ജനസംഖ്യ കൂടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനസംഖ്യയെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. വിദ്യാഭ്യാസത്തിനുള്ള മൊത്തം ചെലവിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശരിയായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കണം. വിദ്യാഭ്യാസത്തിനുള്ള ചിലവുണ്ടല്ലോ, വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെലവിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള വിഹിതം, അതിൻ്റെ ഒരു പങ്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം, കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്, കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത്രയും നല്ല സൗകര്യങ്ങളും ഇതിന് വേണ്ട എല്ലാ ഘടകങ്ങളും വിദ്യാർത്ഥികളിലേക്കും അതേപോലെ അധ്യാപകരിലേക്കൊക്കെ എത്തിക്കുന്ന രീതിയിൽ നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കുറച്ചുകൂടി ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നാലാമത്തെ ഒരു നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് മോർ സ്കൂൾസ്. ചെറിയ കുട്ടികൾക്ക് കുറേ ദൂരം കുറേ നേരം നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ കുട്ടിക്കും നടക്കാവുന്ന ദൂരത്തിൽ പ്രൈമറി സ്കൂളുകൾ തുറക്കുന്നതിനുള്ള പരിപാടികൾ നോക്കണം എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് നമുക്കറിയാം, ചെറിയ കുട്ടികളാണ് അധികവും, ചെറിയ കുട്ടികളാണല്ലോ ഈ വിദ്യാഭ്യാസം
ഒന്നിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. അതുകൊണ്ട് അവർക്ക് കൂടുതൽ നടന്നു പോകുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നടന്നെത്താവുന്ന ദൂരത്തിൽ കൂടുതൽ സ്കൂളുകൾ തുറക്കുക, അങ്ങനെ കുട്ടികൾക്ക് എളുപ്പത്തിൽ സ്കൂളിലെത്താൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് എൻഹാൻസ്മെൻറ്റ് ഫെസിലിറ്റീസ്. പ്രൈമറി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാ പ്രൈമറി സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നിർദ്ദേശമാണ്. അപ്പോൾ നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റി, അതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി, നിർദ്ദേശങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കി. ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാം.